നാലാമത്തെ കാര്യം, ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ചതിനു ശേഷം 30 ദിവസത്തിനുള്ളിൽ ഒരു പരാതിയുമായി ആരും വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുശേഷം ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി, അതായത് പോക്കുവരവ് ചെയ്തു കൊടുക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥന് സാധിക്കുന്നതാണ്. അഞ്ചാമത്തെ കാര്യം, ഇനി ലീഗൽ ഹെയർസ് എല്ലാവരും വരികയാണ്, 30 ദിവസത്തിനുള്ളിൽ ലീഗൽ ഹെയർസ് എല്ലാവരും വന്ന് നോ ഒബ്ജക്ഷൻ എക്സ്പ്രസ് ചെയ്യാണ്, ഞങ്ങൾക്ക് ആർക്കും ഒരു പരാതി ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോക്കുവരവ് ചെയ്യാൻ സാധിക്കും. ആറാമത്തെ കാര്യം, ഇനി ലീഗൽ ഹെയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലീഗൽ ഹെയർസ് ആണെങ്കിലും ഏതെങ്കിലും ഒരാളാണെങ്കിൽ പോലും പരാതി പറയുകയാണ്, ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ ഉണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥൻ ഈ കാര്യങ്ങൾ സിവിൽ കോടതിയിലേക്ക് റീലഗേറ്റ് ചെയ്യും. ഇനി ഏഴാമത്തെ കാര്യം, ലീഗൽ ഹെയറിൽ ആരുമല്ല എനി പേഴ്സൺ ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 30 ദിവസത്തിനുള്ളിൽ അറിയിക്കാവുന്നതാണ്. അങ്ങനെ ഒരു അപേക്ഷ 30 ദിവസത്തിനുള്ളിൽ അപേക്ഷയല്ല ഒബ്ജക്ഷൻ അല്ലെങ്കിൽ പരാതി വരികയാണെന്നുണ്ടെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥൻ ഈ പരാതിയിന്മേൽ ഒരു സമ്മറി എൻക്വയറി നടത്തണം. അതിന്റെ മെറിറ്റ്സും ജെനുവിനെസും ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിൽ കഴമ്പുണ്ട്, ഇതിൽ സാറ്റിസ്ഫൈഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ഇക്കാര്യം സിവിൽ കോടതിയിലേക്ക് റെഫർ ചെയ്യണം. പിന്നെ റവന്യൂ ഉദ്യോഗസ്ഥനല്ല തീരുമാനമെടുക്കേണ്ടത്, സിവിൽ കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത്. അതായത് ലീഗൽ ഹെയറിന് പരാതി ഉണ്ടെങ്കിലും പുറത്തുനിന്ന് ഒരാൾക്ക് പരാതി ഉണ്ടെങ്കിലും പിന്നെ തീരുമാനമെടുക്കേണ്ടത് സിവിൽ കോടതിയാണ്. ഇതാണ് 7 വരെയുള്ള കാര്യങ്ങൾ. ഇനി 8ാമത്തെ കാര്യം, ലീഗൽ ഹെയർ ആണെന്നുണ്ടെങ്കിലും മറ്റ് എനി അതർ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും സിവിൽ കോടതിയിലോട്ട് കാര്യങ്ങൾ റെഫർ ചെയ്തല്ലോ, അവിടെ ഒരു സിവിൽ സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സിവിൽ കേസ് കൊടുത്തു എന്ന് കാണിക്കാനായിട്ടുള്ള ഒരു ഡിക്ലറേഷൻ 3 മാസത്തിനുള്ളിൽ റവന്യൂ ഉദ്യോഗസ്ഥനെ അറിയിച്ചിരിക്കണം. 9ാമത്തെ കാര്യം, ഈ ഡിക്ലറേഷന്റെ കൂടെ, ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ സിവിൽ കേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ളതിന്റെ ഒരു ഡോക്യുമെന്റ് കോപ്പി കൂടെ ഈ ഡിക്ലറേഷനിൽ കൊടുത്തിട്ട് റവന്യൂ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ കൺസേൺ ആയിട്ടുള്ള റവന്യൂ ഉദ്യോഗസ്ഥനെ അറിയിക്കണമല്ലോ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഡിക്ലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ സിവിൽ കേസ് തീർപ്പായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ വേറെ എന്ത് ആക്ഷനും എടുക്കാൻ സാധിക്കുകയുള്ളൂ. 10ാമത്തെ കാര്യം, ഇങ്ങനെയൊരു കേസ്